ഓ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓക്കെ, ഹരി ഓം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത്, കഴിഞ്ഞ ദിവസം കണ്ടത് 369 ശ്ലോകം വരെയാണ് നിർത്തിയിരുന്നത്. 369 ശ്ലോകം നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഏകാന്തസ്ഥിതിരിന്ദ്രിയോ പരമണേ ഹേതുർത്തമശ്ചേതസഃ സംരോധേ കരണം ശമേന വിലയം യായാദഹം വാസനാം തേനാനന്ദരസാനുഭൂതിരചലാ ബ്രാഹ്മീ സദാ യോഗിനഃ. തസ്മാത് ചിത്തനിരോധയേവ സതതം കാര്യം പ്രയത്നാത് മുനേ. അപ്പോൾ ഏകാന്തവാസം എന്നുള്ളത് ഗീതയിലും പറയുന്നുണ്ടല്ലോ. വിവിക്ത ദേശസേവിത്വം, അരതിർജനസംസ്കൃതി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഏകാന്തമായിട്ടുള്ള ആ ഒരു വാസം, അതിനോടൊരു താല്പര്യം. ഏകാന്തവാസം നമ്മൾക്ക് ദമയെ നേടിത്തരാനായിട്ട് സഹായകരമാകുന്നു. എന്താ ദമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക, ഇന്ദ്രിയ നിഗ്രഹമാണ് ദമ. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹണത്തിന് ഈ ഏകാന്തവാസം സഹായകരമാണ്. പിന്നെയോ ദമയുണ്ടായെങ്കിൽ ക്ഷമയും ഉണ്ടാകും, ക്ഷമയ്ക്കും അത് സഹായകരമാണ്. പിന്നെയോ ശമ അഹം വാസനയെ അല്ലെങ്കിൽ അഹം വാസനാനാശത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാണമൊന്നുമല്ല, അതിനായിട്ട് അത് സുഗമമാക്കും. അഹങ്കാരനാശം അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഉത്കർഷം ഉണ്ടല്ലോ, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ ക്ഷമയുണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ. ഇനി അഹങ്കാരവാസനാനാശത്താൽ ബ്രഹ്മരസാനുഭൂതിയും ഉണ്ടാകും. അതുകൊണ്ട് എന്താ വേണ്ടതെന്നാണെങ്കിലോ, ചിത്തവൃത്തി നിരോധത്തിനായിക്കൊണ്ടിട്ട് ശ്രമിക്കണം. ആര്? മുനേ എന്നുള്ളത് ഒരു സാധകനോട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ചിത്തവൃത്ത നിരോധത്തിനായിക്കൊണ്ടിട്ട് സർവദാ ശ്രമിക്കണം. ചിത്തവൃത്തി നിരോധം എന്ന് വെച്ചാലോ, ചിന്തകളെ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആക്കാനായിക്കൊണ്ടിട്ട്, ചിന്തകളെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി അങ്ങനെയുള്ള മനസ്സിനെ ആത്മാവിൽ വിലയം പ്രാപിപ്പിക്കുക, അല്ലെങ്കിൽ ആത്മാവിൽ മുക്കുക എന്നൊക്കെ പറയാം. ആ ഒരവസ്ഥ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ. വാചം നിയച്ചാത്മനിതം നിയച്ച ബുദ്ധൗ ധിയം യച്ച ബുദ്ധിസാക്ഷിണി തം ചാപി പൂർണ്ണാത്മനി നിർവികൽപേ വിലാപ്യ ശാന്തിം പരമാം ഭജസ്വാം. ഇവിടെ ഒരു അതുകൊണ്ട് മുനി എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ, മുനി എന്നുള്ള ഒരാൾ ഓൾറെഡി ശ്രവണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. ശ്രവണവും നടത്തി മനനമൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഇനി വാക് ഇന്ദ്രിയത്തെ, വാക്കിനെ നിയന്ത്രിക്കുക. വാക്കിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? വാക്ക് വരുമ്പോൾ, സംസാരിക്കാൻ വരുമ്പോൾ അതിന് എന്ന് പറഞ്ഞിട്ട് വിഴുങ്ങുക. എന്താ അതിൻ്റെ അർത്ഥം?
ആത്മാവിൽ അടക്കുക എന്നാണ്. ഇവിടെ ആത്മാവ് എന്നുള്ളതിന് മനസ്സെന്നാണ് അർത്ഥം. മനസ്സിൽ അതിനെ വെക്കുക, പുറത്തേക്ക് വിടാതിരിക്കുക. വാക്കിനെ മനസ്സിലടക്കുക എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ വാക്ക് എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും ഒരു ഉപലക്ഷണം എന്നോണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും മനസ്സുകൊണ്ട് നിയന്ത്രിക്കുക. എന്നിട്ട് ആ മനസ്സിനെയോ ബുദ്ധിയിൽ വെക്കുക. മനസ്സിനേക്കാളും ശ്രേഷ്ഠമാണ് ബുദ്ധി. ആ മനസ്സിനെ ബുദ്ധിയിൽ അടക്കുക. എന്നിട്ടോ ബുദ്ധിയെ എന്താ ചെയ്യേണ്ടത്? ബുദ്ധിക്കും സാക്ഷിയായിട്ടുള്ള സാക്ഷി ആത്മാവിൽ ബുദ്ധിയെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ബുദ്ധിയെ തിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഈ പല തലങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഒരാചാര്യൻ ശിഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ സാക്ഷി ആത്മാ എന്നുള്ളത് പൂർണ്ണ ആത്മാവല്ല എന്നുള്ളതാണ്. കാരണം സാക്ഷിത്വം അവിടെയുണ്ട്, അല്ലേ? അതായത് ബുദ്ധിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ സാക്ഷി ആത്മാവിൽ ബുദ്ധിയെയും നിയമിക്കുക, അല്ലെങ്കിൽ ബുദ്ധിയെ അടക്കുക. അപ്പോൾ ഇനി എന്നിട്ടോ സാക്ഷി ആത്മ എന്നുള്ളതും പരമല്ല, അതിനും അപ്പുറമാണ് അനന്ത ആത്മ. അപ്പോൾ ഈ സാക്ഷി ആത്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു പരിമിതമായിട്ടുള്ള ഒരു തോന്നാം. എല്ലാ സാക്ഷി ആത്മ ഓരോരുത്തരിലും സാക്ഷിയായിട്ട് കുഞ്ഞു സാക്ഷിയായിട്ട് ആത്മാവ് ഇങ്ങനെ ഇരിക്കണോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അടിപിടി കാണുകയാണ്. ആ അടിപിടി നടന്നാലേ നമ്മളതിന് സാക്ഷ്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ് നടന്നു പോയില്ലല്ലോ, ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ ബസ് നിർത്തി. അപ്പോൾ ആ കവലയ്ക്ക് നിന്ന് 2 പേർ അടി കൂടുകയാണ്. അപ്പോൾ നമ്മളതിന് സാക്ഷിയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അടി കൂടലൊന്നുമില്ല, അവിടെ ഒന്നുമില്ല, അവിടെ ശൂന്യമാണ്. എങ്കിലോ നമ്മളിലെ സാക്ഷിത്വവും ഇല്ല, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സാക്ഷി ആത്മ എന്നുള്ളതും പരമായിട്ടുള്ളതല്ല. യഥാർത്ഥത്തിൽ ഒന്നും ആത്മാവല്ലാത്ത വേറൊന്നുമില്ലാത്ത അവസ്ഥ, അതാണ് അനന്ത ആത്മ. ആ അനന്ത ആത്മാവിൽ സാക്ഷി ആത്മാവിനെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? എങ്ങനെ മനസ്സിലാക്കണം? വാക്കിനെ നിയന്ത്രിക്കുക എന്നാണെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത്. ആ എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് മനസ്സിലേക്ക് തിരിയണം. എന്നിട്ടോ മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയാണ്. അപ്പോൾ ആ മനസ്സിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് ബുദ്ധിയിലേക്കാകുക. എന്നിട്ടോ ബുദ്ധിയിലേക്ക് ശ്രദ്ധ തിരിക്കണം. എന്നിട്ട് അവസാനം ബുദ്ധിയിൽ നിന്നും ബുദ്ധി സാക്ഷിവൃത്തിയിലേക്ക് തിരിക്കുക. എന്നിട്ടോ ആ സാക്ഷി ആത്മ അതും ലക്ഷ്യമല്ല. അതുകൊണ്ട് അതിൽ നിന്നും സാക്ഷി ആത്മ, അതിൽ നിന്നും അനന്ത ആത്മ, അതിലേക്ക് അനന്ത ആത്മാവാണ് ഞാൻ എന്നുള്ള ആ ഒരു വൃത്തി, അവസാനം ആ വൃത്തിയെയും അതിൽ തന്നെ ലയിപ്പിക്കുക. അപ്പോൾ ലയിപ്പിക്കുക, നിയന്ത്രിക്കുക, അല്ലെ ഉപരമിപ്പിക്കുക, നിയന്ത്രിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അല്ലാതെ ഇപ്പോൾ പാലിൽ കൊണ്ടുവന്ന് പഞ്ചസാര ലയിപ്പിക്കുക എന്ന് പറയണ പോലെ ഇങ്ങനെ ഇട്ട് ഇളക്കുക, അതൊന്നും അല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മനസ്സിലാക്കുക, ആ തത്വത്തെ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ടോ പരമാം ഭജസ്വാം, പരമമായിട്ടുള്ള ശാന്തിയിൽ വർത്തിക്കൂ, പരമമായിട്ടുള്ള ശാന്തി കൈവരിക്കൂ. ഇപ്പോൾ പരമശാന്തി എന്നുള്ളത് നമ്മുടെ സ്വരൂപം തന്നെയാണ്. ഇതിൽ നിന്നും, സ്വരൂപമല്ലാത്തതിൽ നിന്നും എല്ലാം പിന്തിരിഞ്ഞ് സ്വരൂപേണ അവസ്ഥിതി, മുക്തിർ ഹിത്വ അന്യഥാരൂപം, അന്യമായിട്ടുള്ളതിനെ എല്ലാം ഹിത്വ ഉപേക്ഷിച്ചിട്ട് ആ സ്വരൂപം എന്നുള്ളത് പരമശാന്തിയാണ്. പരമശാന്തി സ്വരൂപിണിയായിട്ട് കഴിഞ്ഞുകൂടുക. പരമശാന്തി സ്വരൂപമാണ്, പരമശാന്തിയാണ് നമ്മളുടെ സ്വരൂപം. അതായി ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഓക്കെ, ഒന്നുകൂടി നമുക്കിതിനെ വായിക്കാം. വാചം നിയച്ചാത്മനിതം നിയച്ച, ഇതാണ് കേട്ടോ കറക്റ്റ് ടൂണ്. വാചം നിയച്ചാത്മനിതം നിയച്ച ബുദ്ധോ ധിയം യച്ച ച ബുദ്ധിസാക്ഷിണി തം ചാപി പൂർണ്ണാത്മനി നിർവികൽപേ വിലാപ്യ ശാന്തിം പരമാം ഭജസ്വാം. അടുത്ത ശ്ലോകം നോക്കാം. ദേഹപ്രാണേന്ദ്രിയമനോബുദ്ധ്യാദിഭിः ഉപാധിഭിः ഏർവിത്തൈः
സമായോഗഃ തത്തദ്ഭാവോസ്യ യോഗിനഃ. ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ദേഹപ്രാണേന്ദ്രിയമനോബുദ്ധ്യാദിഭിः രൂപാദിഭിः ദേഹപ്രാണേന്ദ്രിയമനോബുദ്ധ്യാദിഭിः രൂപാദിഭിः യൈഃ യൈഃ വൃത്തൈഃ സമായോഗഃ തത്തത് ഭാവോസ്യ യോഗിനഃ. യൈഃ യൈഃ വൃത്തേഃ സമാ യോഗഃ. യൈഃ യൈഃ വൃത്തേഃ സമായോഗഃ, അതായത് ഏത് തരത്തിലുള്ള ഏതേത് തരത്തിലുള്ള വൃത്തിയോട് ഉള്ള യോഗമാണ് എങ്കിലും അതുമായിട്ട് ഏത് വൃത്തിയുമായിട്ടുള്ള താതാത്മ്യവും, അതായത് ഇവിടെ ഏത് വൃത്തിയാണ്, ദേഹവൃത്തിയായിട്ടുള്ള താതാത്മ്യം വരും. പ്രാണം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇങ്ങനെയൊക്കെയുള്ള ഉപാധികളുമായിട്ട്, ഈ ഉപാധികളോ അല്ലെങ്കിൽ ഉപാധി ധർമ്മവുമായിട്ടോ ഉള്ള താതാത്മ്യം പ്രാപിച്ച് നാം അതായിട്ട് തീരുകയാണ്. അവയോടുള്ള താതാത്മ്യം കൊണ്ട് ആ ഒരു അവസ്ഥ, താതാത്മ്യ അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ശരീര താതാത്മ്യമാണോ എങ്കിലോ വളരെ ചെറുപ്പമാണ്. ശരീരത്തിൻ്റെ താതാത്മ്യമാണത്. ശരീര അവസ്ഥ അല്ലെ, വാർദ്ധക്യം, കൗമാരം, ഇങ്ങനെയുള്ള ആ ശരീര അവസ്ഥയോട്, ശരീരത്തിൻ്റെ ധർമ്മത്തോടുള്ള താതാത്മ്യത്തിൽ ശരീര താതാത്മ്യം. പിന്നെ വൃദ്ധയൊക്കെ ആണ് എങ്കിൽ എൻ്റെ മനസ്സിന് 17 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെന്താ, മനസ്സിൻ്റെ ഒരു മനസ്സിൻ്റെ താതാത്മ്യമായിട്ട്, ചിലപ്പോൾ ജ്ഞാനിയായിട്ട് താതാത്മ്യം പ്രാപിച്ചു, ചിലപ്പോൾ വലിയ ഭക്തയായിക്കൊണ്ടിട്ട്, ചിലപ്പോൾ വലിയ വൈരാഗ്യമായിക്കൊണ്ടിട്ട്, ഇങ്ങനെയൊക്കെ നിരന്തരം ഏതെങ്കിലും ഉപാധിയായിട്ടോ അല്ല എങ്കിൽ ഉപാധി ധർമ്മമായിട്ടോ താതാത്മ്യപ്പെട്ടിരുന്നിട്ടുണ്ട് എങ്കിൽ അതായിത്തീരും. സമായോഗഃ തത്തദ്ഭാവോസ്യ യോഗിനഃ. അപ്പോൾ ഈ ശരീരം അല്ലെങ്കിൽ പ്രാണൻ, പിന്നെയോ ഇന്ദ്രിയങ്ങൾ, ബുദ്ധി ഇവയുമായിട്ട് ഉള്ള ഈ താതാത്മ്യത്താൽ യോഗി അങ്ങനെ ആയിത്തീരുകയാണ്. ഇവിടെ യോഗി എന്നുള്ളത് ഒരു സാധകനെ ഉദ്ദേശിച്ചാണ് കേട്ടോ. അപ്പോൾ സാധകൻ എന്നുള്ളതോ ശ്രവണോ മനനോ ഒക്കെ കഴിഞ്ഞിട്ടും പറഞ്ഞുവല്ലോ, ഇതൊക്കെ തെറ്റായ ധാരണകളിൽ പെടുന്നതാണ്. അപ്പം നിധിധ്യാസനം ചെയ്ത് ഇതിനെയൊന്നും മാറ്റിയില്ല, നീക്കം ചെയ്തില്ല എങ്കിൽ ഈ താതാത്മ്യത്താൽ നാം പിന്നെയും കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ആത്മസ്വരൂപം അറിയില്ല. നിരന്തരം ഏതെങ്കിലും ഉപാധിയായിട്ടോ അല്ലെങ്കിൽ ഉപാധി ധർമ്മവുമായിട്ടോ ഉള്ള താതാത്മ്യത്താൽ നമ്മൾക്ക് ആത്മസ്വരൂപത്തെ അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ അടുത്ത ശ്ലോകം, അതിനു മുമ്പ് നമുക്ക് ഇതൊന്നുകൂടി വായിക്കാം. ദേഹപ്രാണേന്ദ്രിയ മനോബുദ്ധ്യാദിഭിരുപാധിഭിഃ യൈഃ വൃത്തേഃ സമായോഗസ്തത്തദ്ഭാവോസ്യ യോഗിനഃ. തന്നിവൃത്യാ മുനേ സമ്യക് സർവോപരമണം സുഖം സംദൃശ്യതേ സദാനന്ദ രസാനുഭവ വിപ്ലവഃ തന്നിവൃത്യാ മുനേ സമ്യക് സർവോപരമണം സുഖം സംദൃശ്യതേ സദാനന്ദ രസാനുഭവ വിപ്ലവഃ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തന്നിവൃത്യ, അതിൽ നിന്നും നിവൃത്തി പ്രാപിക്കുന്നതിലൂടെ. എതിൽ നിന്നും നിവൃത്തി? ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലായിരുന്നോ? ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയൊക്കെ ആയിട്ടുള്ള ഉപാധിയോ അല്ലെങ്കിൽ ഉപാധി ധർമ്മവുമായിട്ടുള്ള താതാത്മ്യത്താൽ അതായിട്ട് തീരും, ആത്മസ്വരൂപത്തെ അറിയില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ താതാത്മ്യത്തിൽ നിന്നും നിവൃത്തി പ്രാപിക്കുന്നതിലൂടെ, ഉപാധിയിൽ നിന്നും ഉപാധി താതാത്മ്യത്തിൽ നിന്നും നിവൃത്തി പ്രാപിക്കുന്നതിലൂടെ മുനേഹേ സമ്യക് സർവോപരമണം, പൂർണ്ണ നിവൃത്തി, എല്ലാറ്റിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ആ ഒരു പിൻവാങ്ങലാണ്. എല്ലാറ്റിൽ നിന്നും പൂർണ്ണമായിട്ടും പിൻവാങ്ങുമ്പോൾ ആണ് ശാന്തി. വിപ്ലവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ വിപ്ലവമാണ്? എല്ലാ താതാത്മ്യത്തിൽ നിന്ന് നിവൃത്തി പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ആനന്ദരസ വിപ്ലവം ഉണ്ടാവും അത്രേ. ആനന്ദരസ വിപ്ലവം തന്നെ നടക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പൂർണ്ണ ശാന്തിയായിരിക്കും. അവിടെ പൂർണ്ണ ശാന്തിയായിരിക്കും. എല്ലാറ്റിൽ നിന്നും ഈ ഉപാധികളെല്ലാം നമ്മെ ആത്മസ്വരൂപത്തിൽ നിന്നും അകറ്റുന്നതാണ്.
നമ്മളുടെ സ്വരൂപത്തിൽ നിന്നും അകറ്റി 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 കൊണ്ടുപോയി വല്ല ഇരുട്ടിലോ കാട്ടിലോ ഒക്കെ കൊണ്ടിടും. അപ്പോൾ അതുകൊണ്ട് ഇവയിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും വിരാമം കൊണ്ട് പൂർണ്ണ ശാന്തിയിൽ അടഞ്ഞിട്ടുണ്ട് എങ്കിൽ, പൂർണ്ണ വിരക്തി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പിൻവാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആനന്ദരസാനുഭവ വിപ്ലവം സംഭവിക്കും. ഇത് ആർക്കാ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നാണെങ്കിലോ, അതിനു മുമ്പ് ഒന്നോടെ ഇത് വായിച്ചിട്ട് മറ്റേ ശ്ലോകത്തിലേക്ക് കിടക്കാം. തന്നിവൃത്യാ മുനേ സമ്യക് സർവോപരമണം സുഖം സംദൃശ്യതേ സദാനന്ദരസാനുഭവ വിപ്ലവഃ അന്തസ്ത്യാഗോ ബഹിസ്ത്യാഗഃ വിരക്തസ്യൈവ യുജ്യതേ ത്യജതി അന്തർബഹിസ്സംഗം വിരക്തസ്തു മുമുക്ഷുയാം. അന്തസ്ത്യാഗോ ബഹിസ്ത്യാഗഃ വിരക്തസ്യൈവ യുജ്യതേ ത്യജത്യന്തർബഹിസ്സംഗം വിരക്തസ്തു മുമുക്ഷയാം. ഓക്കെ. അന്തഃത്യാഗ ബഹിത്യാഗ, ഇത് രണ്ട് ത്യാഗം ചെയ്യണം. അതെന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ ആചാര്യ ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അന്തഃത്യാഗ പിന്നെയോ ബഹിത്യാഗ, ഇത് രണ്ടും ആർക്കേ സാധിക്കുകയുള്ളൂ? വിരക്തസ്യൈവ യുജ്യതേ, വിരക്തി ഉണ്ടെങ്കിൽ വിരക്തന് മാത്രമേ ഈ രണ്ട് ത്യാഗം എന്നുള്ളത് വിരക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിരക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ല അതുമായിട്ട് ആസക്തമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വിരക്തൻ ഈ താതാത്മ്യത്തെ ഉപേക്ഷിക്കണം. കാരണം എന്താണ്? വിരക്തൻ ഈ താതാത്മ്യത്തെ ഉപേക്ഷിക്കണമെങ്കിൽ മുമുക്ഷുത്വം തീവ്രമാകണം. എവിടെയെങ്കിലും ആസക്തി ഉണ്ടെങ്കിലേ അനാസക്തി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എവിടെയായിരിക്കണം ആഗ്രഹം? മോക്ഷത്തിലുള്ള ഇച്ഛ അത് തീവ്രമാകുന്നതനുസരിച്ച് താതാത്മ്യത്തെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അപ്പോൾ എന്തെങ്കിലും ഉപേക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ള എന്തിനെങ്കിലും ലഭിക്കണം, എന്തെങ്കിലും കിട്ടും, ശ്രേഷ്ഠമായിട്ടുള്ള എന്തെങ്കിലും കിട്ടും അല്ലേ? കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കയ്യിലുള്ള വല്ല അപകടകരമായിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികൾ അല്ലേ അതും ഇതുമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ എന്താ കൊടുക്കണം? ഒരു ചോക്ലേറ്റ് കാണിച്ചിട്ട് ആ കയ്യിലുള്ള അപകടകരമായ വസ്തുവിനെ മാറ്റിയെടുക്കും. അപ്പോൾ ത്യാഗം വിരക്തി ആസക്തി എന്തിനോട്? മോക്ഷത്തിനായിക്കൊണ്ടിട്ടുള്ള ഇച്ഛ. അപ്പോൾ മോക്ഷ ഇച്ഛയാൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയൊക്കെ ഉപേക്ഷിക്കും. അല്ല എങ്കിൽ സ്മോക്കിങ്ങും നോൺ വെജും ഒന്നും കഴിക്കാൻ പറ്റില്ല, വേറെ ഒരു തരത്തിലുള്ള മദ്യം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ എന്നാത്തിന് ജീവിക്കുന്നതാണ്? ഇതിലിപ്പോൾ അത് മരിക്കുന്നതല്ലേ? അത്രയൊക്കെ ഉള്ളൂ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇതിലൊക്കെ ഈ ആഗ്രഹം ഇല്ല. യഥാർത്ഥ എൻ്റെ ആരോഗ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ആഗ്രഹം ഇല്ല. ഈ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈ അന്തർത്യാഗം എന്നുള്ളത് ഇനി വല്ല കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ ഇങ്ങനെയൊക്കെയുള്ള ശരീരത്തിനകത്തുള്ള സംഭവങ്ങൾ ഇതിനെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണോ? ബഹിർത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആചാര്യ ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒന്നുകൂടി ഇത് വായിക്കാം. അന്തസ്ത്യാഗോ ബഹിസ്ത്യാഗഃ വിരക്തസ്യൈവ യുജ്യതേ ത്യജത്യന്തർബഹിസ്സംഗം വിരക്തസ്തു മുമുക്ഷയാം. ബഹിസ്തു വിഷയൈ സംഗം തദാന്തരഹമാദിഭിഃ വിരക്ത ഏവ ശക്നോതി ത്യക്തും ബ്രഹ്മണി നിഷ്ഠിതഃ. ബഹിസ്തു വിഷയൈ സംഗം തദാന്തരഹമാദിഭിഃ വിരക്ത ഏവ ശക്നോതി ത്യക്തും ബ്രഹ്മണി നിഷ്ഠിതഃ. ബഹിസ്തു വിഷയൈ സംഗം,
വിരക്ത ഏവ ശക്നോതി തെക്തും. വിരക്തന് മാത്രമേ ഇതിനെ ത്യജിക്കാനായിട്ടുള്ള ശക്തിയുള്ളൂ. ഏതിനെ ത്യജിക്കാൻ? എന്ത് ത്യജിക്കാൻ? ബഹിസ്തു, ബഹിർത്യാഗം. എന്താ ബഹിർത്യാഗം എന്ന് വെച്ചാൽ ബാഹ്യ വിഷയങ്ങളോടുള്ള ആസക്തി. ബാഹ്യ വിഷയം എന്ന് വെച്ചാലോ ഈ ശരീരത്തിന് വെളിയിലേക്കുള്ളത്. ശരീരമാണ് ഇവിടെ ഒരു എന്താ പറയണേ, ഈ ശരീരത്തിന് ഒരു അല്ലെ, ശരീരത്തിന് പുറത്തേക്കുള്ള, അതായത് എന്തൊക്കെയാ? ശബ്ദാദി വിഷയങ്ങൾ, ശബ്ദ രൂപ സ്പർശ രസ ശബ്ദാദി ഗന്ധ വിഷയങ്ങൾ, ഈ ശരീരത്തിന് പുറത്തേക്കുള്ള അതിലുള്ള ആസക്തി. ഇനി അന്തർവൃത്തി അല്ലെങ്കിൽ അന്തർത്യാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മളുടെ ചിന്തകൾ, വികാര വിചാരങ്ങളൊക്കെ അതൊക്കെ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെയും ത്യജിക്കണം. എന്നാൽ മാത്രമാണ് ബ്രഹ്മനിഷ്ഠ നേടാൻ ആരാണോ ആഗ്രഹിക്കുന്നത്, വിരക്ത ഏവ ശക്നോതി തെക്തും ബ്രഹ്മണി നിഷ്ഠിത. ബ്രഹ്മണി നിഷ്ഠിത എന്നുള്ളത് ആരാണോ ബ്രഹ്മത്തിലിരിക്കുന്ന അല്ലെ ബ്രഹ്മനിഷ്ഠനായിട്ട് ഇരിക്കുന്നത് എന്നുള്ള അർത്ഥവും എടുക്കാം. അല്ലെങ്കിൽ ആരാണോ ആ ഒരു അവസ്ഥയെ ലക്ഷ്യമായിട്ട് കാണുന്നത്, ആ ലക്ഷ്യമുണ്ടോ ഇവയൊക്കെ ഉപേക്ഷിക്കാം. നമ്മൾക്ക് ആ ലക്ഷ്യത്തോട് വലിയ ഒരു ആസക്തി ഇല്ല. അതുകൊണ്ടാണ് അതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ ബാഹ്യവസ്തുക്കളെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഏതിനെ അപേക്ഷിച്ച് മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ പുറന്തള്ളുക. എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യട്ടെ, അതെനിക്ക് എത്ര കണ്ടു മുറിവേക്കും, അതിനെ അങ്ങ് ത്യജിക്കാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? അപ്പോൾ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ, ഈ മാനാപമാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഉപേക്ഷ വളരെ എളുപ്പമാണ്. അപ്പോൾ ആർക്കാണോ ഈ ഒരു ലക്ഷ്യം, ബ്രഹ്മണി നിഷ്ഠിത, ബ്രഹ്മനിഷ്ഠ നേടാൻ ആരാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ ആ ഒരവസ്ഥ എൻ്റെ പരമലക്ഷ്യമായിട്ട് കരുതുന്നത്, അങ്ങനെ ഒരാൾക്ക് മാത്രമേ, അങ്ങനെയുള്ള ഒരു വിരക്തന് മാത്രമേ ഇവയെ ത്യജിക്കാനായിട്ട് ശക്തി ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒന്നുകൂടി ഇത് വായിക്കാം. ബഹിസ്തു വിഷയൈ സംഗം തദാന്തരഹമാദിഭിഃ വിരക്ത ഏവ ശക്നോതി തെക്തും ബ്രഹ്മണി നിഷ്ഠിതഃ. അടുത്ത ശ്ലോകം. വൈരാഗ്യബോധോ പുരുഷസ്യ പക്ഷിവത് പക്ഷോ വിജാനീഹി വിചക്ഷണത്വം വിമുക്തി സൗദാഗ്രലതാധിരോഹണം താഭ്യാം വിനാ നാന്തരേണ സിദ്ധ്യതി. വൈരാഗ്യബോധോ പുരുഷസ്യ പക്ഷിവത് പക്ഷോ വിജാനീഹി വിചക്ഷണത്വം വിമുക്തി സൗദാഗ്രതല എന്നൊരു പാഠഭേദമുണ്ട്. സൗദാഗ്ര ലതാധിരോഹണം എന്നുണ്ട് കേട്ടോ. വിമുക്തി സൗദാഗ്രലതാധിരോഹണം താഭ്യാം വിനാ നാന്യതരേണ സിദ്ധ്യതി. അപ്പം ത്യാഗം ഉണ്ടെങ്കിലേ വിരക്തി, വിരക്തി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അല്ലേ? ത്യജിക്കണമെങ്കിൽ വിരക്തി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇനി വിരക്തി ഉണ്ടാകണമെങ്കിലോ മുമുക്ഷുത്വം തീവ്രമാകണം. മുമുക്ഷുത്വത്തിൻ്റെ തീവ്രത അനുസരിച്ച് വിരക്തിയും വർദ്ധിക്കും. അപ്പോൾ അന്തർത്യാഗവും ബഹിർത്യാഗവും ഒക്കെ ഒരു വിരക്തനെ സാധിക്കുകയുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ വൈരാഗ്യത്തോടൊപ്പം അല്ലേ വിരക്തനെ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ വൈരാഗ്യം ഉണ്ടല്ലോ. അതായത് വൈരാഗ്യബോധവും പുരുഷസ്യ പക്ഷിവത്, വൈരാഗ്യവും ബോധവും ഇത് രണ്ടും പക്ഷിയുടെ ചിറകുപോലെ, രണ്ട് ചിറകുപോലെയാണ്. ഒരു ചിറകുണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ചിറക് വേണം. അപ്പോൾ ഈ വൈരാഗ്യവും ബോധവും, ഇപ്പോൾ നമ്മൾ ആദ്യത്തേതിൽ പറഞ്ഞു ത്യാഗം വിരക്തി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ, വിരക്തി മോക്ഷേച്ഛ തീവ്രമായാലേ സാധിക്കുകയുള്ളൂ. ഇനിയോ അന്തർത്യാഗവും ബഹിർത്യാഗവും വിരക്തനെ സാധിക്കുകയുള്ളൂ. ഈ വിരക്തി മാത്രം പോരാ, വിരക്തി മാത്രമായിട്ടും കാര്യമില്ല, ബോധവും കൂടി വേണം, ശുദ്ധജ്ഞാനവും കൂടി ആവശ്യമാണ്. ആർക്ക്? പുരുഷസ്യ എന്ന് വെച്ചാൽ ഒരുവനെന്നർത്ഥം. ഒരുവനെന്നുള്ളതോ അതായത് ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്. എൻ്റെ എല്ലാത്തിൽ നിന്നുമുള്ള ആ സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഉള്ള കുട്ടികൾ പറയുന്ന പോലെ ഒരു സ്വാതന്ത്ര്യമല്ല കേട്ടോ. സർവ്വവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നുമുള്ള ആ വിമുക്തി, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് ആഗ്രഹമുള്ള ഒരുവന് സ്വാതന്ത്ര്യം എന്നൊക്കെ കുട്ടികൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പല അസ്വാതന്ത്ര്യ പലതരത്തിലുള്ള കുരുക്കിലേക്കാണ് കുട്ടികൾ ചെന്ന് ചാടുന്നത്. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്താണ് മാർഗം എന്ന് ആലോചിക്കൂ. അപ്പോൾ വൈരാഗ്യവും ബോധം എന്നുള്ളത് ആത്മസ്വരൂപ ബോധം വേണം. താൻ ആരാണെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് വേണം, അത് ആവശ്യമാണ്. അപ്പോൾ പക്ഷിയുടെ 2 ചിറകു പോലെയാണ് ഇവ രണ്ടും, വൈരാഗ്യവും ആത്മജ്ഞാനവും. അപ്പോൾ ത്വം വിജാനീഹി പക്ഷോ വിജാനീഹി, ത്വം വിജാനീഹി, നീ ഇത് മനസ്സിലാക്കിക്കോളൂ. മനസ്സിലാക്കിയാലും മുക്തി വേണമോ, വിവേകവും വേണം, വൈരാഗ്യവും വേണം. ഇവ 2 ചിറകു പോലെയാണ്. ഒരു ചിറകുണ്ടായിട്ടും കാര്യമില്ല, ഒരു ചിറകിന് ശക്തിയില്ല എങ്കിലും കാര്യമില്ല. 2 ചിറകും ഒപ്പം വേണം, എങ്കിലാണ് എവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ? വിമുക്തി സൗധാഗ്ര ലതാധിരോഹണം. വിമുക്തിയാകുന്ന ആ മണിമാളികയുടെ അഗ്രത്തിലുള്ള ലത, പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ വള്ളികൾ, അതിനെയൊക്കെ ഇവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. പക്ഷിക്ക് അവിടെ പോയി ഇരുന്ന് വിശ്രമിക്കണമോ? അങ്ങനെയാണ് എങ്കിൽ താഭ്യാംബിന, ഈ 2 ചിറകു കൂടാതെ അധിരോഹണം എന്ന സിദ്ധ്യതി കയറാൻ പറ്റില്ല. 2 ചിറകില്ലാതെ പറക്കാൻ പറ്റില്ല, മുകളിലെത്താൻ സാധിക്കുകയില്ല. വിമുക്തി സൗദാഗ്ര ലത, പടർന്ന് വളരുന്ന ആ ലതയെ, മുക്തിയോട് വിമുക്തി സൗധത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ലതയെ ആണ് ഇവിടെ സ്വാതന്ത്ര്യത്തോടെ അല്ലെ മുക്തിയോടൊക്കെ ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ അന്യതവരേണ, മറ്റൊന്നും കൊണ്ട് സാധ്യമല്ല. 2 ചിറകും വേണം കേട്ടോ, വേറെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല, 2 ചിറകും വേണം. അപ്പോൾ ആത്മാവിനെക്കുറിച്ചും അനാത്മാവിനെക്കുറിച്ചും ഒക്കെ ഘോരമൊക്കെ പ്രസംഗിക്കും. പക്ഷേ രാഗം അനാത്മവസ്തുവിലാണ്. ആത്മ വിവേചനമൊക്കെ വളരെ പോലെ പുട്ട് പോലെയൊക്കെ എല്ലാം പറയാം. പക്ഷേ രാഗ അനാത്മ വസ്തുവിലാണെങ്കിലോ തീർന്നില്ലേ. അപ്പം അതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. ഇത് 2 വേണം. അനാത്മ വസ്തു വിവേകം, ആത്മസ്വരൂപ ബോധം, ശുദ്ധജ്ഞാനം, അതും അതോടൊപ്പം തന്നെ വിരക്തിയും വേണം. ഇത് 2 ഉണ്ടായെങ്കിലേ വിമുക്തിയാകുന്ന സൗധത്തിൻ്റെ ഉന്നതങ്ങളിലൂടെ വിലസാനായിക്കൊണ്ടിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടി നമുക്ക് ഈ ശ്ലോകം വായിച്ചിട്ട് നിർത്താം. വൈരാഗ്യബോധോ പുരുഷസ്യ പക്ഷിവത് പക്ഷോ വിജാനീഹി വിചക്ഷണത്വം വിമുക്തി സൗധാഗ്ര ലതാധിരോഹണം താഭ്യാം വിനാ നാന്യതരേണ സിദ്ധ്യതി. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.